ഹലോ ഫ്രണ്ട്സ്, രസം വയ്ക്കാനുള്ള പിഴിപുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി, കുരുമുളക് എടുത്തിട്ടുണ്ട് ചതയ്ക്കാൻ ആവശ്യമായത്. അതിനുശേഷം സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കഷ്ണം കായ എടുത്തിട്ടുണ്ട്. ഞാൻ മസാലകളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് നല്ലപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വറ്റൽമുളക് എല്ലാം ഇടിച്ച് വെച്ചിരുന്ന മസാല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കായ കഷ്ണം ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് പിഴിപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് രസം ഉണ്ടാക്കി നോക്കണം. ഞാൻ പിന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രസത്തിന് കുറച്ച് ഉപ്പ് നല്ല ഉപ്പ് ഉണ്ടായിരിക്കണം. ചോറിലൊഴിക്കുമ്പോൾ പിന്നെ ഉപ്പ് കാണത്തില്ല. പിന്നീട് ഞാൻ തിളച്ച് നല്ലപോലെ കായ കഷ്ണമൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ രസക്കറി ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.